ചലച്ചിത്ര മേഖല എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ പഴി കേട്ടൊരു സംഭവമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സിനിമ ഒരു പരിധിവരെ കുട്ടികളെ അതിലേക്ക് അഡിക്ഷൻ, ഇപ്പൊ നമ്മളൊരു സിനിമയിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുത്താൽ കുട്ടികൾ ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. കഴിവതും എന്റെ സിനിമകൾ ഞാൻ കഴിവതും ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറില്ല. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെന്ന് തോന്നുന്നവരെ ഞാൻ എന്റെ സിനിമകളിൽ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാറില്ല. അത് ആരാണെങ്കിലും, അത് ടെക്നീഷ്യൻ സൈഡായാലും ആർട്ടിസ്റ്റ് സൈഡായാലും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇതൊക്കെ ഒരുപാട് അന്വേഷണവും കാര്യം വരുന്നതുകൊണ്ട് സിനിമാ മേഖല വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു. ഈ സെറ്റുകളിലെ പരിശോധന നടത്താൻ പണ്ടൊരു തീരുമാനമെടുത്തപ്പോൾ ചലച്ചിത്ര സംഘടനകൾ അതിനെ എതിർത്തതാണ്. ഫെഫ് കൈയും ഒക്കെ അന്ന് അതിനെ എതിർത്തതാണ്, സെറ്റിൽ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവരുടെ പെർമിഷൻ ആവശ്യമില്ല. അല്ല, തീർച്ചയായിട്ടും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു സെറ്റിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നാൽ അതൊരു വലിയ വാർത്തയല്ലാതെ സിനിമയെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ ഒരിക്കലും സിനിമാക്കാർക്കെതിരെ വലിയ രീതിയിൽ അതൊരു ക്യാമ്പയിനിങ് ആയിട്ട് മാറിയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. ആ സമയത്താണ് അതിനെ എതിർത്തിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു നിയമം അങ്ങനെ ആരും തടയണമെന്നും പറ്റില്ല, ആർക്കും എവിടെയെങ്കിലും തടയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പേടി ഈ സിനിമാ മേഖല ഇത് ഉപയോഗിക്കുന്നവർക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റുകളിൽ ഇത് അധികം ഇപ്പൊ ഇല്ലെന്ന് തന്നെയാണ് എന്റെ കണക്കൂട്ടല്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിനിമ മാളികപ്പുറമാണ്. അത് കണ്ടവർക്ക് അറിയാം. അപ്പൊ കുട്ടികളെ നമ്മൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കും. ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ ഭക്തിയോ കാര്യങ്ങളോ ഒന്നും മാറി. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്ത ആളാണ് ഞാൻ. അതിന്റെ പേര് ഒരുപാട് പഴി കേട്ട ആളുമാണ് ഞാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആസ് എ റൈറ്റർ എനിക്ക് ചെയ്യാൻ പറ്റും ഇതിനെ ബോധവൽക്കരിക്കാനുള്ള സിനിമകളിലൂടെ ഇതിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് അതിനുവേണ്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയിക്കാൻ പറ്റും. അത് ഇപ്പൊ അങ്ങനെ സിനിമ പറഞ്ഞുകൊണ്ട് ഇത് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഒരിക്കലും ഒരു സിനിമ ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ ആഫ്റ്റർ എഫക്ട്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം നമ്മൾ പേടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ലൈവ് പോകുമ്പോൾ തന്നെ ഒരു 5 വാർത്ത കാണും 24-ന്റെ സ്ക്രോളിംഗിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പോകുന്നത്. ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ചുറ്റും നിൽക്കുന്ന ഒരു 5 പേരാണെങ്കിൽ 5 പേരെ എനിക്ക് തിരുത്താൻ പറ്റണം. അതായത് എനിക്കൊരു മാസം ആളുകളെ തിരുത്താൻ ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല. അത്രയും ചെയ്താൽ വലിയ കാര്യമോ? ഓക്കെ, താങ്ക് യു അഭിലാഷ് പിള്ള, താങ്ക് യു.